പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും എൻ്റെ മൈ സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിഷിംഗ് എന്ന ടോപ്പിക്കാണ്. പബ്ലിഷിങ്ങിൽ രണ്ട് ടൈപ്പ് പബ്ലിഷിംഗ് ഉണ്ട് നമുക്കറിയാം. പ്രിൻറ്റ് മീഡിയ പബ്ലിഷിംഗ് ആൻഡ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. പ്രിൻറ്റ് മീഡിയ പബ്ലിഷിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പബ്ലിഷ് ചെയ്യുക, ഡിജിറ്റലായിട്ട് ഇപ്പോൾ CD-കളിലൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള പബ്ലിഷിംഗ്. പേപ്പർലെസ് പബ്ലിഷിങ്ങിനെയാണ് വി കോൾ ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന് നോക്കാം. ഡിജിറ്റൽ പബ്ലിക്കേഷൻ ഓഫ് e-books, digital magazine, digital libraries and catalogs is called electronic publishing. Electronic publishingന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഡിജിറ്റൽ പബ്ലിക്കേഷൻ ഓഫ് e-books, ഡിജിറ്റൽ മാഗസിൻസ്, ഡിജിറ്റൽ ലൈബ്രറീസ്, അതുപോലെ തന്നെ കാറ്റലോഗ്സ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. അപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ ചില ഇമേജസ് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. കണ്ടോ, ഇങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്യാം. നമുക്ക് മാഗസിൻസൊക്കെ പബ്ലിഷ് ചെയ്യാം, ഇലക്ട്രോണിക്കലായിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പറൊക്കെ ഇലക്ട്രോണിക്കലായിട്ട് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യാം. അതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഈ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിവൈസിലൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. ഈ പേപ്പർ ബേസ്ഡ് പബ്ലിഷിങ്ങിൻ്റെ കാലഘട്ടം ഏകദേശം തീരാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് നമ്മളെ ന്യൂസ് പേപ്പറൊക്കെ ഇനി ഒരു പക്ഷേ നമ്മളെ വീട്ടിലേക്ക് ഇനി ഈ കടലാസ് രൂപത്തിൽ വരാൻ സാധ്യതയില്ല. പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ, ഓൺലൈൻ ന്യൂസ് പേപ്പർ ആയിരിക്കും എല്ലാവരും വായിക്കാൻ പോകുന്നത്. ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. ഇങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസുകളുടെ സഹായത്തോടെ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ രണ്ട് ടൈപ്പ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഉണ്ട്. One is called web-based publishing. The other one is called digital distribution. അപ്പോൾ ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ്. ഒന്ന് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്, മറ്റൊന്ന് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. നമുക്ക് എന്താണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്? വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ്, വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇൻ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്, ഇൻഫർമേഷൻ ഈസ് പബ്ലിഷ്ഡ് ഓൺ ഇൻ്റർനെറ്റ് യൂസിങ് വെബ്സൈറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വെബ്സൈറ്റുകൾ വഴി കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റിംഗ്, അപ്ലോഡിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് വെബ്സൈറ്റ്സ്. ഇപ്പോൾ ഇലക്ട്രോണിക്കലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്, ക്രിയേറ്റിംഗ് എന്നുള്ള ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പറയുന്നത് അപ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ്, വെബ്സൈറ്റ്, നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യണം, ഒരു വെബ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം, ഇൻ്റർനെറ്റിലുള്ള ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നാലേ ആളുകൾക്ക് ആ സെർവറിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സെർവർ കോൺടാക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അപ്ലോഡിംഗ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് എന്നുള്ളതാണ്. എന്താണ്, അപ്ഡേറ്റിംഗ് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്, ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ആണെങ്കിൽ ഉദാഹരണം ന്യൂസ് പേപ്പർ എടുക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഡെയിലി അപ്ഡേഷൻ മാത്രമല്ല, എവറി അവർ ചിലപ്പോൾ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ന്യൂസ് വരുന്നതിനനുസരിച്ച് ഓൺലൈൻ എഡിഷനിലെ കണ്ടന്റ് മാറ്റിക്കൊണ്ടേയിരിക്കണം ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ കേസിൽ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ഉള്ളത്. എന്താണ്, ഒന്ന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ആ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യണം, ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം. മൂന്ന്, ആ കണ്ടന്റ്, സെർവറിലെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്രിയേറ്റിംഗ്, അപ്ലോഡിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് വെബ്സൈറ്റ്. മൂന്ന് കാര്യങ്ങൾ. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം, ആ സെർവറിലെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയുന്നത് നോക്കാം. മൂന്നാമത്തെ കാര്യം, ടെക്നോളജീസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്.
വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണ്? വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് നമുക്ക് 3 പഠിക്കാനുള്ളത്. ഒന്ന് HTML, മറ്റൊന്ന് CSS, മറ്റൊന്ന് ജാവാസ്ക്രിപ്റ്റ്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഇത് 3 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ടെക്നോളജീസ്. ഇത് മാത്രമൊന്നുമല്ല, വേറെയുണ്ട്. നമുക്ക് പഠിക്കാൻ ഈ 3 ടെക്നോളജിയുണ്ട്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTMLന്റെ ഫുൾ ഫോം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് HTML ഉപയോഗിച്ചാണ്. അത് നമ്മൾ വിശദമായിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് CSS ആണ്. CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഈ പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റിന്റെ ഡിസ്പ്ലേ സ്റ്റൈൽ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കാനാണ് CSS ഉപയോഗിക്കുന്നത്. സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയും. അതിൻ്റെ ലേഔട്ടൊക്കെ നമ്മളെ പേപ്പറിലേക്ക് ലേഔട്ടൊക്കെ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കാനാണ് CSS യൂസ് ചെയ്യുന്നത്. മറ്റൊരു സംഭവം ജാവാസ്ക്രിപ്റ്റ്. അത് വെബ് പേജിനകത്ത് ചില പ്രോഗ്രാംസ് എഴുതാൻ ഉപയോഗിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റും PHP ഒക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 പേരും പഠിച്ചാൽ മതി. ഏതൊക്കെ 3 പേര് പഠിച്ചാൽ മതി? ഈ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, PHP. ഈ ടെക്നോളജീസാണ് വെബ് പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനിയുള്ള വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ടെക്നോളജീസ് പഠിക്കുക: HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് PHP. ഓക്കെ, നൗ മൂന്നാമത്തെ പോയിന്റായി. ഇനി അപ്പം ഈ പ്രധാനപ്പെട്ട 3 പോയിന്റ് ഒന്നും കൂടെ പറയാം. എന്താണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്? നമുക്കറിയാം ഇലക്ട്രോണിക് പബ്ലിഷിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വെബ് ബേസ്ഡ് ആണ്, മറ്റൊന്ന് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകൾ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെയാണ്, ഇന്റർനെറ്റിൽ വെബ്സൈറ്റുകൾ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 3 കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ വെബ്സൈറ്റ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം, പിന്നെ അതിലെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ 3 ടെക്നോളജീസ് ഡിസ്കസ് ചെയ്തു. ഒന്നാണ് HTML, ദാറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. മറ്റൊന്ന് CSS, ദാറ്റ് ഈസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. മൂന്നാമത്തേത് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ PHP തുടങ്ങിയവ. ഓക്കെ, ഇനി ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അതാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ഈ വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിലെ എക്സാമ്പിൾസ്. ഇപ്പോൾ wikipedia.org കേട്ടിട്ടുണ്ടോ? wikipedia.org ഇത് ഒരു ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ്. സർവ്വവിജ്ഞാന കോശം നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? നമുക്കറിയാം, പണ്ട് സർവ്വവിജ്ഞാന കോശം എന്ന് പറയുന്നത് കുറേ വോളിയംസ് ഉള്ള ബുക്കുകൾ അലമാരകളിൽ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് പകരം ഓൺലൈനായിട്ട് ഈ എൻസൈക്ലോപീഡിയ പബ്ലിഷ് ചെയ്തിരിക്കുക. ലോകത്തുള്ള മിക്ക ഇൻഫർമേഷനും നമുക്ക് എവിടെ സെർച്ച് ചെയ്താൽ കിട്ടും? വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വിക്കിപീഡിയക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് അവിടെ സെർച്ച് കൊടുക്കാം, ഇവിടെ കൊടുക്കാം അല്ലേ? ഇതിനകത്ത് നമുക്കിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്താൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക്, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് കണ്ടാൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും. ഇത് ഒരു സർവ്വവിജ്ഞാന കോശമാണ്, ഓൺലൈനായിട്ടുള്ള പതിപ്പാണ്. wikipedia.org എന്ന വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റാണ്. അത് എന്തിനുപയോഗിക്കുന്ന വെബ്സൈറ്റാണ്? എൻസൈക്ലോപീഡിയ, ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണ് wikipedia.org. അതുപോലെ മറ്റ് വെബ്സൈറ്റുകളാണ് ഓൺലൈൻ ന്യൂസ് പേപ്പറുകൾ അല്ലേ? നമുക്ക് മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, മാധ്യമമുണ്ട്, ദേശാഭിമാനിയുണ്ട്, ഇങ്ങനെ കുറേ പത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനൊക്കെ ഓൺലൈൻ എഡിഷൻ ഉണ്ട്. ഇത് നമ്മുടെ ദ ഹിന്ദു എന്നുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ ഓൺലൈൻ എഡിഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് thehindu.com, www.thehindu.com. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഒരു പക്ഷേ ന്യൂസ് പേപ്പറുകളൊന്നും നമ്മളെ വീട്ടിലേക്ക് പേപ്പറായിട്ട് വരാൻ സാധ്യതയില്ല. എല്ലാം ഓൺലൈൻ പതിപ്പ് അവൈലബിൾ ആണ്. ഇനി മറ്റൊന്നാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു wikipedia.org ഒരു വെബ്സൈറ്റാണ്, ഒരു വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആണ്. ഓൺലൈൻ ന്യൂസ് പേപ്പറുകൾ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആണ്. മറ്റൊന്നാണ് ബ്ലോഗുകൾ എന്ന് പറയുന്നത്. ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഡയറി എഴുത്തില്ലേ, ഡയറി, അത് ഓൺലൈനായിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലോഗുകൾ. ഓൺലൈനായിട്ട്
ഡയറി എഴുതാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ നമ്മളെ സെലിബ്രിറ്റീസായ അമീർ ഖാൻ, അമിതാഭ് ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ബ്ലോഗ് എഴുതുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, ഓൺലൈനായിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ കുറേ എണ്ണം ഉണ്ട്. അതിൽ പെടുന്നതാണ് blogger.com അല്ലേ, ഈ blogger.com, wordpress.com പിന്നെ തുടങ്ങിയവ പിന്നെ പോപ്പുലർ ബ്ലോഗിംഗ് സൈറ്റ്സ് ആണ്. എന്താണ് പോപ്പുലർ ബ്ലോഗിംഗ് സൈറ്റ്? ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് blogger.com, wordpress.com തുടങ്ങിയ എക്സാമ്പിൾസ് എഴുതാൻ പറ്റും. അത് ഇനി ഇഷ്ടം പോലെയുണ്ട്. blogspot.com അങ്ങനെ കുറേ വെബ്സൈറ്റുകൾ പിന്നെ ബ്ലോഗ് എഴുതാനുള്ള ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ blogger.com പോയി കഴിഞ്ഞാൽ ഇതൊരു വെബ്സൈറ്റാണ് www.blogger.com. ഇതെന്തിനാണ് ഉപയോഗിക്കുക? ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ചാണ്ടോ, ഈ ബട്ടണിൽ ക്രിയേറ്റ് ചെയ്താൽ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റും. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നെ വെബ്സൈറ്റാണ് www.blogger.com. അതേപോലെ മറ്റൊരു വെബ്സൈറ്റാണ് wordpress.com. wordpress.comലും നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ സ്വന്തം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആകെ വേണ്ടിയത് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്ത് മനസ്സിലായി? ബ്ലോഗിങ് വെബ്സൈറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കയറി പറയണം blogger.com, wordpress.com ഒക്കെ പിന്നെ ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ ആണ്. ഇനി ഇതിനകത്ത് പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ബ്ലോഗാണ്. blogger.com എന്നുള്ള www.blogger.com എന്നുള്ള വെബ്സൈറ്റ് വഴി ചെയ്ത എന്താണ് ഒരു ബ്ലോഗാണ് ഈ കാണുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോണിക് പബ്ലിഷിംഗ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ഉണ്ട്, ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞു? ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് വഴി വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുക. അതിന് ഉപയോഗിക്കുന്ന ടെക്നോളജീസാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, PHP തുടങ്ങിയവ. അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. wikipedia.org, ഓൺലൈൻ ന്യൂസ് പേപ്പറുകൾ, അതുപോലെ ബ്ലോഗുകളൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ വെബ്സൈറ്റ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമല്ലോ. 2 ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു വ്യത്യാസം, നമ്മൾ ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുകയും ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഉദാഹരണമായിട്ട് ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ബുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ബുക്കുകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം. ആളുകൾ ആ വെബ്സൈറ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോഴുള്ള വ്യത്യാസം എന്താണ്? ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും പിന്നെ ഓഫ്ലൈനായിട്ട് അത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ബുക്ക് നമ്മളെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, ഡൗൺലോഡ് ചെയ്ത ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിലേക്ക് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നു, ആവശ്യം വരുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ആ ടെക്നോളജിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ടെക്നിക്കിന് പറയുന്നതാണ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇതിലെ പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. The electronically published materials like e-book, e-journal, etc. can be downloaded from various websites. This type of publishing is called digital distribution. ഒന്നുകൂടെ പറയാം, നോക്കാം. എന്താണ്? The electronically published materials like e-book, e-journals can be downloaded from various websites. This type of publishing is called digital distribution. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ ബുക്കുകളും മാഗസിൻസൊക്കെ, ഇലക്ട്രോണിക് ബുക്സും ഇലക്ട്രോണിക് ജേർണൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് ഇതിനകത്ത്? നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്
E-books and e-journals can be sold using e-commerce websites. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ബുക്സും ഇലക്ട്രോണിക് ജേർണൽസൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും, നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. കമ്പനികൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം, നമുക്ക് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാം. എന്ത് ഇലക്ട്രോണിക്കലായിട്ട് PDF ആയിട്ടോ മറ്റുള്ള ബുക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ അതിന് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് കൊടുക്കും, എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും. അങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് പറയുന്ന പേരാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലേ. ഇവിടെ പറയുന്നൊരു ടേമാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ബുക്സ് നമുക്ക് സെല്ല് ചെയ്യാം, അതുപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ഇലക്ട്രോണിക് ബുക്സ് റീഡ് ചെയ്യാൻ സ്പെഷ്യൽ ഡിവൈസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ബുക്ക് റീഡർ. സാധാരണ നമ്മൾ മൊബൈൽ ഫോണും ലാപ്ടോപ്പിലൊക്കെയാണല്ലോ ഈ ഇലക്ട്രോണിക് കണ്ടന്റ് നമ്മൾ പിന്നെ PDF ഫയൽസ് ആണെങ്കിലും എല്ലാം റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ലാപ്ടോപ്പൊക്കെയാണ്. അതിന് പകരം മറ്റൊരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ബുക്ക് റീഡർ. ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത സാധാരണ എല്ലാം ബാക്ക് ലിറ്റ് ആണ്. എല്ലാ ഡിവൈസിൻ്റെയും പിന്നെ പ്രത്യേകത ബാക്ക് ലിറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ബാക്ക് ലിറ്റ് പറഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് സ്ക്രീനിൻ്റെ പിന്നിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പം നമ്മളെ കണ്ണിലേക്ക് വരും അല്ലേ, പ്രകാശം നമ്മളെ കണ്ണിലേക്ക് വരും, വായനയ്ക്ക് പ്രയാസം ഉണ്ടാക്കും. ഉദാഹരണമായിട്ട് രാത്രിയൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് നമ്മളെ മുഖത്തേക്ക് വരും. അപ്പോൾ സ്ക്രീനിൽ നിന്നും ലൈറ്റ് നമ്മുടെ വായിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് വരുമ്പോൾ കണ്ണിന് വായിക്കാൻ പ്രയാസം ഉണ്ടാക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബുക്ക് റീഡറിൽ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി. എന്താണ് ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി? ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ പോലെയുള്ള കുറച്ചുകൂടി വലിയൊരു ഡിവൈസാണ്. ആ ഡിവൈസിൻ്റെ പ്രത്യേകത അത് ഫ്രണ്ട് ലിറ്റാണ്. അതായത് ലൈറ്റ് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഡിവൈസിനുള്ളിലേക്കാണ് പോവുക. അപ്പോൾ നമ്മളെ കണ്ണിലേക്ക് പതിയില്ല. അപ്പോൾ നമുക്ക് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ വായിക്കാൻ, പ്രയാസമില്ലാതെ വായിക്കാൻ പറ്റും. ഫ്രണ്ട് ലിറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നിന്നും ഡിവൈസിൻ്റെ ഉള്ളിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുക, നമ്മുടെ മുഖത്തേക്കല്ല ലൈറ്റ് വരിക. അതുകൊണ്ട് നമുക്ക് കണ്ണിന് പ്രയാസമില്ലാതെ ആയാസരഹിതമായിട്ട് നമുക്ക് ബുക്കുകൾ വായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ബുക്ക് റീഡർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞ് നോക്കാം. ബുക്ക് റീഡർ എന്താണ്? An e-book reader is a mobile electronic device that is designed for reading e-books, digital periodicals. ബുക്കുകൾ, ഇലക്ട്രോണിക് ബുക്സും ഇലക്ട്രോണിക് പീരിയഡിക്കൽസ് ഒക്കെ വായിക്കാൻ പറ്റുന്ന മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസാണ് ബുക്ക് റീഡർ. മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ഡിവൈസ്. മൊബൈൽ എന്ന് പറയുന്ന അർത്ഥം കൊണ്ടു നടക്കാൻ പറ്റുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടാനുസരണം ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ബുക്ക് റീഡർ ഈസ് എ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസൈൻഡ് ഫോർ റീഡിംഗ് ബുക്സ് ആൻഡ് ഡിജിറ്റൽ പീരിയഡിക്കൽസ്. ഇലക്ട്രോണിക് ബുക്സും ഡിജിറ്റൽ പീരിയഡിക്കൽസും വായിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബുക്ക് റീഡർ. ഓക്കെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ബുക്ക് റീഡർ യൂസസ് ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി ഗുഡ് ഫോർ റീഡിംഗ്. ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത അത് ബാക്ക് ലിറ്റ് അല്ല ടെക്നോളജി, മറിച്ച് എന്താണ് ഫ്രണ്ട് ലിറ്റ് ആണ്. അതുകൊണ്ടാണ് വായിക്കാൻ സുഖമുണ്ട്, കണ്ണിന് പ്രയാസം ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ പിന്നെ പറയുന്ന പോയിന്റ് ഇതാണ്. എന്താണ് പറയുന്നത്? പ്രൊവൈഡ്സ് ബെറ്റർ റീഡബിലിറ്റി ഇൻ സൺലൈറ്റ്. സാധാരണ മൊബൈൽ ഫോണിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. സൺലൈറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാണില്ല. പക്ഷേ ബുക്ക് റീഡർ ആണെങ്കിൽ സൺലൈറ്റിലും വായിക്കാം, കാരണം അതിന് ഫ്രണ്ട് ലിറ്റ് അല്ല ബാക്ക് ലിറ്റ് ടെക്നോളജി ആയതുകൊണ്ടാണ് അത്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോങ്ങർ ബാറ്ററി ലൈഫ്. സാധാരണ മൊബൈൽ ഫോണിലേറെയൊക്കെ ബാറ്ററി ലൈഫ് കൂടുതലാണ് ബുക്ക് റീഡറിന്. ബാറ്ററി കൂടുതൽ സമയം ബാറ്ററി കിട്ടും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കുറേ പറഞ്ഞല്ലോ ബുക്ക് റീഡറിന്. അതിന് എക്സാമ്പിൾസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാൻ പോകുന്ന 3 എക്സാമ്പിൾസ് ആണുള്ളത്. അത് ഒന്ന് ആമസോൺ കൈൻഡിൽ, മറ്റൊന്ന് ബേൺസ് ആൻഡ് നോബിൾ നോക്ക്, ആപ്പിൾ ഐപാഡ് എന്നുള്ള 3 ഡിവൈസിൻ്റെ പേര് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം. ആമസോൺ കിൻഡിലാണ്, അതുപോലെ ബേൺസ് ആൻഡ് നോബിൾ നോക്ക്, ആപ്പിൾ ഐപാഡ്. ഇപ്പോൾ ആമസോൺ കിൻഡിൽ എന്താ നോക്കാം നമുക്ക്. ആമസോൺ കിൻഡിൽ കാണുന്ന ഡിവൈസിനെയാണ് ഇങ്ങനെ ഇരിക്കുക. ആമസോൺ കിൻഡിൽ കണ്ടോ, കാണുന്നതൊക്കെ ബുക്ക് റീഡറാണ്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് കണ്ടന്റ് ബുക്സ് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആർ ഓൾ ബുക്ക് റീഡേഴ്സ്. ഇതൊക്കെ എന്താണ്? ബുക്ക് റീഡറുകളാണ്. ഓക്കെ കാണുന്നതെല്ലാം ബുക്ക് റീഡറുകളാണ്.
ഓക്കെ. സോ ഇങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മളെന്താ പറയുക ഇ ബുക്ക് റീഡർ. ഇത് ആമസോൺ കിൻഡിലിന് എക്സാമ്പിളാണ്. ആമസോൺ കിൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നത് ആമസോൺ കിൻഡിൽ. സോ ഒരു മൊബൈൽ ഫോൺ പോലെയുള്ള ഡിവൈസാണ് ഈ ബുക്ക് റീഡർ എന്ന് പറയുന്നത്. അത് ആമസോൺ കമ്പനിയുടേതാണ് ആമസോൺ കിൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മറ്റൊന്നാണ് ബേൺസ് ആൻഡ് നോബിൾ നൂക്ക് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുടെ ഈ ബുക്ക് റീഡറാണ് ഈ കാണുന്നത്. ബേൺസ് ആൻഡ് നോബിൾ നൂക്ക് എന്നുള്ള കമ്പനിയുടെ ഈ ബുക്ക് റീഡറാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. പല കമ്പനിക്കും ഉണ്ട്, ഇത് മാത്രമൊന്നുമല്ല. ആപ്പിൾ ഐപാഡ്, ആപ്പിൾ കമ്പനിയുടെ ഒരു ഇ ബുക്ക് റീഡറാണ് ആപ്പിൾ ഐപാഡ്. ഓക്കെ, ആപ്പിൾ ഐപാഡിൻ്റെ ഈ ഡിവൈസുകളാണ് നമ്മളിവിടെ കാണുന്നത്, ആപ്പിൾ ഐപാഡ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്ക് റീഡറുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഇ ബുക്ക് റീഡറിൽ നമ്മൾ വായിക്കണമെങ്കിൽ ഫയൽസിന് ചില ഫോർമാറ്റുകളുണ്ട്. എല്ലാ ഫയൽ ഫോർമാറ്റും എന്തിൽ ഓപ്പൺ ചെയ്യില്ല, ഇ ബുക്ക് റീഡറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പല ഫയൽ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് ഫയൽ അല്ലേ, ഡോക്ക് അല്ലെങ്കിൽ ഡോക്ക് എക്സ്, ആ ഫോർമാറ്റ് ഒരു പക്ഷേ ആപ്പിൾ ഐപാഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതേപോലെ ODT ഫോർമാറ്റാണ്, ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ് ലിനക്സിൻ്റെ നമ്മൾ ഉബുണ്ടുവിലൊക്കെയുള്ള റൈറ്ററിൻ്റെ ഫോർമാറ്റ്. ആ ഫയൽ ഫോർമാറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആമസോൺ കിൻഡിൽ എന്ന ഡിവൈസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിവൈസുകളിൽ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിലുണ്ടാക്കുന്ന ഫയൽ ഫോർമാറ്റുകൾ വ്യത്യസ്തമായിരിക്കണം. അതിലൊരു എക്സാമ്പിളാണ് ഈ ബുക്ക് റീഡറിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന ചില ഫയൽസിൻ്റെ ഫോർമാറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്ന് PDF ഫോർമാറ്റാണ്. എന്താണ് PDF ഫോർമാറ്റ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. മറ്റൊന്ന് iBook ഫോർമാറ്റ്, മറ്റൊന്ന് കിൻഡിൽ ഫോർമാറ്റ്. PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഇത് ഏത് ഇ ബുക്ക് റീഡറിലും ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. PDF പോർട്ടബിൾ ആണ്, ഏത് ഡിവൈസിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് എന്ത്, പിന്നെ iBook ആപ്പിൾ ഐപാഡിലാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിൾ ഐപാഡിൻ്റെ പിന്നെ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ് iBook എന്നുള്ളത്. മറ്റ് ആമസോൺ കിൻഡിലിൻ്റെ ഫയൽ ഫോർമാറ്റാണ് കിൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇ ബുക്ക് റീഡേഴ്സിൽ എല്ലാ ടൈപ്പ് ഫയലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ചില ടൈപ്പ് ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏതൊക്കെ ഫയൽ ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ PDF എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും, എല്ലാ ഇ ബുക്ക് റീഡറിലും PDF സപ്പോർട്ട് ചെയ്യും. പിന്നെ iBook ആപ്പിൾ ഐപാഡിൻ്റെ സ്പെഷ്യൽ ഫോർമാറ്റാണ് iBook ഫോർമാറ്റ്. ആമസോൺ കിൻഡിലിൽ ഏത് ഫോർമാറ്റുള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, കിൻഡിൽ ഫോർമാറ്റുള്ള ഫയൽസേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ബുക്ക് റീഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, രണ്ട് കാര്യങ്ങൾ, വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങും ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്ത ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പബ്ലിഷ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും, ആളുകൾ ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഈ ബുക്ക് റീഡറിലോ ഡൗൺലോഡ് ചെയ്തിട്ട് റീഡ് ചെയ്യും. ഓക്കെ, അതാണ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക, അതിൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനിലാണ് കണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം റീഡ് ചെയ്യുക എന്നുള്ള. കൊമേഴ്സ് വെബ്സൈറ്റുകളാണ് അതിന് സാധാരണ ഉപയോഗിക്കുക. കൊമേഴ്സ് വെബ്സൈറ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എന്തിലൊക്കെ റീഡ് ചെയ്യാം, മൊബൈൽ ഫോണിൽ റീഡ് ചെയ്യാം, ലാപ്ടോപ്പിൽ റീഡ് ചെയ്യാം, ഈ ബുക്ക് റീഡറിൽ റീഡ് ചെയ്യാം. പക്ഷെ വായിക്കാൻ ഏറ്റവും നല്ലത് ഈ ബുക്ക് റീഡറാണ്. ഈ ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫ്രണ്ട് ലിറ്റ് ടെക്നോളജിയാണ്. എന്താണ് ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി? മറക്കരുത്, ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി. ഫ്രണ്ട് ലിറ്റ് പറഞ്ഞാൽ ലൈറ്റ് കത്തിച്ചതിനാണ് ലിറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ സ്ക്രീനിൽ നിന്ന് പുറത്തേക്കുള്ള ലൈറ്റ് പാസ് ചെയ്യുക, സ്ക്രീനിൽ നിന്നും ഡിവൈസിൻ്റെ ഉള്ളിലേക്കാണ് പാസ് ചെയ്യുക, ഡോക്യുമെൻറ്റിലേക്കാണ് പാസ് ചെയ്യുക. അപ്പോൾ നമ്മളെ കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ വായിക്കാൻ പറ്റും, സൺലൈറ്റിൽ വായിക്കാൻ പറ്റും, കൂടുതൽ ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ബുക്ക് റീഡറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ആമസോൺ കിൻഡിലും ആപ്പിൾ ഐപാഡ് അല്ലേ, അതുപോലെ ബേൺസ് ആൻഡ് നോബിൾ നൂക്ക് എന്നുള്ള കമ്പനികളുടെയൊക്കെ ഈ ബുക്ക് റീഡർ ഉണ്ട്. ഓരോ ഈ ബുക്ക് റീഡറിനും അതിൻ്റേതായിട്ടുള്ള ഫയൽ ഫോർമാറ്റ് ഉണ്ട്. എല്ലാ ഈ ബുക്ക് റീഡറിലും എല്ലാ ഫയലും ഓപ്പൺ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല. PDF ആണെങ്കിൽ PDF ഫയൽസ് എല്ലാ റീഡറിലും റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ കിൻഡിലിൽ ആമസോൺ കിൻഡിലിൻ്റെ കിൻഡിൽ ഫയൽസ് ആമസോൺ കിൻഡിലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആപ്പിൾ ഐപാഡിന് അതിൻ്റേതായിട്ടുള്ള iBook ഫോർമാറ്റ് ഉണ്ട്, ആ ഫയൽസ് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, PDF ഫയൽ എല്ലാ ഈ ബുക്ക് റീഡേഴ്സിലും റീഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ബുക്ക് റീഡർ എന്തിനാണ് ഈ ബുക്ക് റീഡർ അല്ലെങ്കിൽ ഈ ബുക്ക് റീഡർ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക.
സാധാരണഗതിയിൽ നമുക്ക് കുറേ ബുക്കുകൾ നമ്മൾ ഒരു ലൈബ്രറിയിൽ പോയിട്ട് കുറേ ബുക്കുകൾ വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കെട്ട് ബുക്കുമായിട്ട് ഇതുപോലെ നമ്മൾ പെറുക്കിയെടുത്ത് വരണം അല്ലേ? പക്ഷേ ഒരു ഇ ബുക്ക് റീഡർ ഉണ്ടെങ്കിൽ എത്ര ബുക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഇഷ്ടംപോലെ ബുക്കുകൾ വായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക. UV റീഡർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഡിവൈസാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ ലൈബ്രറിയാണ് ഈ കാണുന്നത്. അതിന് പകരം എത്രയും ബുക്ക് ഒരു ഇ ബുക്ക് റീഡറിൽ കൊള്ളുമെന്നുള്ളതാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യും. ഏത് ലാംഗ്വേജിലുള്ള ബുക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റും. ആയിരക്കണക്കിന് ബുക്കുകൾ നമുക്ക് ഈ ബുക്ക് റീഡർ ഉപയോഗിച്ച് വായിക്കാം. ബുക്ക് മാർക്ക് ചെയ്യാം, പേജ് സിമ്പിളായിട്ട് നമുക്ക് മൂവ് ചെയ്യാം, വായിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഇങ്ങനെ കുറേ സൗകര്യങ്ങൾ ഈ ബുക്ക് റീഡറിനകത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ബ്രൈറ്റ്നെസ് മാറ്റാം, ഇഷ്ടമുള്ള പേജിലേക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോകാം. ഇഷ്ടമുള്ള ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോകാം. ആവശ്യമുള്ള കണ്ടന്റ് നമുക്ക് സെർച്ച് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഈ ബുക്ക് റീഡറിനകത്ത് നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ്. 2 ടൈപ്പ് പബ്ലിഷിംഗ് ആണ് നമുക്കുള്ളത്. പ്രിൻറ്റ് മീഡിയ പബ്ലിഷിങ്ങും ഇലക്ട്രോണിക് പബ്ലിഷിങ്ങും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്റർ നമ്പർ 1 പബ്ലിഷിംഗ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ ചാനലിൻ്റെ അവസാനം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഉത്തരം കൃത്യമായിട്ട്, ആൻസർ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കാം. ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും, അല്ലെങ്കിൽ ഇത് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ചാനൽ മൈ ഇ സ്കൂൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.